കണ്ടോ, നല്ല ട്രഡീഷണൽ ഉള്ളിക്കറി. തീയൽ തിന്നണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചെറിയ ഉള്ളി മാത്രം വെച്ചിട്ട് കായവും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ. പിന്നെ കപ്പ എരിശ്ശേരി, നമ്മൾ കിഴങ്ങ് എരിശ്ശേരി വെച്ചത്, നമ്മുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ, വറ്റൽ മുളക് ചതച്ചിട്ടത്. ഇന്നലെ ഉണ്ടാക്കിയേ ഉള്ളൂ കേട്ടോ. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. മസാലയൊക്കെ അടിയിലോട്ട് പോയിട്ട് മാങ്ങ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ. ഇനി അടുത്തതായിട്ട് ക്യാരറ്റും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്ക് പുരട്ടി, മുട്ട പൊരിച്ചത്, പിന്നെ നമ്മുടെ ഏറ്റവും ആവശ്യം വേണ്ടുന്ന മീൻകറിയുണ്ട്. മീൻകറി, കപ്പ, പിന്നെ ചോറ്, തീയൽ, മീൻകറി, കപ്പ, പിന്നെ മെഴുക്ക് പുരട്ടി, മുട്ട. അപ്പോൾ അത്രയാണ് കേട്ടോ. ചൂട് ചോറാണ് കേട്ടോ, ചൂട് ചോറ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഞാൻ ഇഷ്ടപ്പെടുന്നത് തീയലാണ് കേട്ടോ. എനിക്ക് തീയലിനോടാണ് ഇഷ്ടം. അത് ചെറിയ ഉള്ളി തീയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയുടെ തീയൽ, ചൂട് ചോറും തീയലും മാങ്ങാച്ചാറും എങ്ങനെ ഇരിക്കും? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോകളൊക്കെ ധാരാളമായിട്ട് ഇടുന്നുണ്ട് നോമ്പിൻ്റെ, എങ്ങനെ നോമ്പ് പിടിക്കുന്നത് മറ്റ് ഇതര മതസ്ഥരും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 30 ദിവസവും നോമ്പ് അനുഷ്ഠിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഏത് വ്രതമായാലും നോമ്പായാലും മതി. ഇപ്പോൾ നമ്മൾ ഇടുങ്ങിയ മനസ്സോടെ അല്ലാതെ പറയുമ്പോൾ എല്ലാ വിളിയും ഒന്നിലേക്ക് തന്നെയാണ്. ദൈവവിശ്വാസം ഉണ്ടാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അപ്പോൾ ഒരു നിർബന്ധിതമായ നോമ്പ് വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. പലർക്കും പല അഭിപ്രായമുണ്ട്. അപ്പോൾ വിചാരിക്കും, നിങ്ങൾക്ക് അവർ അത് വ്രതം പിടിക്കുമോ, ഇവർ നോമ്പ് പിടിക്കുമോ, ഇവർ ഉപവാസം പിടിക്കുമോ? അങ്ങനെയൊന്നുമല്ല. നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അങ്ങനെ അതാണല്ലോ വേണ്ടത്. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം. ഇഷ്ടമുള്ളത് സന്തോഷത്തോടെ, നമ്മൾ മനസ്സാക്ഷി കുറ്റപ്പെടുത്താതെ ചെയ്യാൻ പറ്റണം കേട്ടോ. എനിക്കൊന്നും ഒരു തടസ്സമല്ലാതെ ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചൂട് ചോറ്, മീൻകറി വറ്റിച്ചത്, തലേദിവസത്തെ മീൻകറി വറ്റിച്ചതാണ്. അപ്പോൾ അത്താഴം ഇങ്ങനെ ഇരിക്കട്ടെ. എല്ലാവരും നോമ്പിന് രാവിലെ എണീക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ശീലമാക്കിയാൽ പറ്റും കേട്ടോ. നമ്മളല്ലാതെ പഴങ്കഞ്ഞി കുടിക്കും. ഇത് പഴങ്കഞ്ഞിയല്ല, എല്ലാം ചൂടാണ്. എല്ലാം ഇപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. മെഴുക്ക് പുരട്ടി, തീയൽ വെച്ചു, മീൻകറി തലേദിവസത്തത് വറ്റിച്ചു,